the point is, ഇവിടെ ചർച്ചിലിപ്പോൾ ആൾക്കാർ കാണില്ല. ബിക്കോസ് ബിഷപ്സ് ആർ ടെലിംഗ് വി ആർ ഓപ്പണിംഗ് എ ന്യൂ ചർച്ച് ഇൻ അമേരിക്ക. ഇവിടെ അടച്ചു പൂട്ടിയിട്ട് ഇപ്പം ഇഫ് യു ഗോ ടു ജർമ്മനി ആൻഡ് അതർ പ്ലേസസ്, ഈ ചർച്ചെല്ലാം ഇപ്പം തേപ്പിക്കാൻ ഡ്രിങ്കിങ് ബാർ. ചർച്ചിൽ ആൾക്കാരില്ലല്ലോ. ഇപ്പോൾ ഇവിടെയും ചർച്ചിൽ പോവും. സിറിയൻ ക്രിസ്ത്യൻസിൻ്റേത് ഇപ്പോൾ സി വാട്ട് ഹാപ്പൻ, ഇന്ത്യാവിലെ ഫസ്റ്റ് ഡൈയിങ് കമ്മ്യൂണിറ്റി വാസ് പാർസീസ്. സെക്കൻഡ് കമ്മ്യൂണിറ്റി ഈസ് സിറിയൻ ക്രിസ്ത്യൻസ്. 15 അടി തരണം അവർ തന്നെ. അത് അടുത്ത കമ്മ്യൂണിറ്റി അവരാണോ? അത് പിറகு പാലോട് പോയി നായർ ഇളവ അത് ആ സീറ്റിൽ പോകും. അടുത്ത കമ്മ്യൂണിറ്റി വിൽ they are already depopulating. They are already depopulating, sir. Kerala will depopulate in 2041. Siro Malabar people already depopulating. കമ്മ്യൂണിറ്റി ബേസിൽ ഏറ്റവും കൂടുതൽ സാറേ ഇപ്പോൾ ഒരു പള്ളിയിൽ ഒരു നിങ്ങൾ யாரும் ക്രിസ്ത്യൻസ് ഉണ്ടോ? സിറിയൻ ക്രിസ്ത്യൻസ് யாரும் ഉണ്ടോ? ഉണ്ട്. ഈ പള്ളിയിൽ இவ்வளோ உண்டு. நான் ரொம்ப പറയണ്ട, நானும் கிறிஸ்டியனாണ്, நான் லத்தின் கிறிஸ்டியன். ഞങ്ങൾ இன்னும் ഞങ്ങൾക്ക് കുറച്ച് സമയമാവും, നമ്മളിന്നും കുറച്ച് പ്രസവിക്കുകയാണ്. കാര്യം എന്തെങ്കിൽ ഇവർ പള്ളിയിൽ ഇപ്പോൾ ഒരു പള്ളിയിൽ പോയി നമ്മൾ ചോദിക്കുകയാണ് എത്ര ആൾക്കാർ ഉണ്ടെന്ന് ചോദിക്കണം. അവർ പറയുമോ 150 ഫാമിലി ഉണ്ടെന്ന് പറയാം. എല്ലാം കള്ളമാണോ? അവിടെ ഇരിക്ക ഫാമിലി 50 ഫാമിലി കാണും. എല്ലാം വെളിയുള്ള ഫാമിലി വെച്ചിട്ട് ഒരു പൈസ മേടിച്ചിട്ട് കല്ലറ മാത്രം കാണും. ഉണ്ടല്ലോ. അപ്പോൾ ഇവർ റിപ്പോർട്ട് കൊണ്ട് ഇറങ്ങും എല്ലാ വർഷവും എത്ര ക്രിസ്ത്യൻ. അതെല്ലാം എന്നാ സിറിയൻ ക്രിസ്ത്യൻസിന് ഒരു റിപ്പോർട്ട് ഇറങ്ങും എത്ര ആൾക്കാർ കൊണ്ടുണ്ട്. ഇതെല്ലാം ആരെ ആൾക്കാർ? എല്ലാം വെളിയുള്ള ഇവർ ചർച്ച് മെമ്പേഴ്സാണോ? ആക്ച്വലി ഇവിടെ ഇല്ല. അവർ ഇല്ല. അവർ ഒരു നമ്പർ ഇറക്കും. ഞാൻ പറഞ്ഞില്ല. ബട്ട് ദ പ്രോബ്ലം ഇൻ കേരളത്തിൽ all communities are, their data is bad. If you go to Nayars, how many Nayars in Kerala? അറിയാമോ? How many Ilavas? അറിയാമോ? യാർക്ക്? ബട്ട് ഇഫ് യു ഗോ ആൻഡ് ടോക്ക് ടു SNDP and അവർ നമ്പർ പറയാണ്ട്. ബിക്കോസ് ഐ ഹാഡ് എ മീറ്റിംഗ് വിത്ത് ദിസ് ഈ തട്ടർ കമ്മ്യൂണിറ്റി. വാട്ട് ഈസ് തട്ടർ? വിശ്വകർമ്മ ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു. പുള്ളിയായിട്ട് സാറേ ഒരു നമ്പർ തരാമോ സാറേ? സാർ ഞാൻ നമ്പർ തന്നെങ്കിൽ നിങ്ങൾക്കാരെ അടിച്ച് എന്നെ പുറത്താക്കും. ഞാൻ പറഞ്ഞു കുറേ പറഞ്ഞു അവർക്കൊരു മനസ്സിലൊരു നമ്പറുണ്ട്. ഈ എല്ലാവർക്കും ഒരു നമ്പറുണ്ട്. ഞങ്ങൾ കാണാൻ വലിയ ആൾക്കാരാണ് 8 ലക്ഷം 10. ഞാൻ പറഞ്ഞു എല്ലാവരും കള്ളന്മാരാണ്. ഒരാൾക്ക് നമ്പറില്ല, ചുമ്മാ പറഞ്ഞ് നടക്കുകയാണ്. എന്നാൽ അവർക്ക് ഇലക്ഷൻ സമയത്തിൽ ഇങ്ങോട്ട് 8% വോട്ടുണ്ട്, എന്നോട് ചേർന്ന് SNDP കൂടെ ചേർന്ന് ഇത് സിറിയൻ ക്രിസ്ത്യൻസ് ഇത് ഒരു വോട്ട് ഉണ്ടല്ലോ, അത് വേറെ പോളിറ്റിക്സ് അല്ല. അപ്പോൾ നിങ്ങൾ എപ്പോൾ വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഇത്ര 20% ഞങ്ങളുണ്ട്. ഇതാണ് വോട്ട് പോളിറ്റിക്സ്. But actually population, whatever the community reporting, they are always over-reporting than actual numbers. ഞങ്ങളുടെ റിപ്പോർട്ടിൽ ഒരു ഡേറ്റ ഉണ്ട്. ഇപ്പം വേണം യു ആർ ഗോയിങ് ടു കളക്ട് കാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഞങ്ങളുടെ റിപ്പോർട്ടിൽ ടോട്ടൽ പോപ്പുലേഷൻ ബൈ കാസ്റ്റ് എങ്കിലും ഡേറ്റകളുണ്ട്. നിങ്ങൾ ആരും പഠിക്കുന്നില്ല. നാളെ അല്ല അത് റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിൽ നോക്കിയാൽ മതി. ഉണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ ചോദിക്കാണല്ലോ. ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പം സാറ് പറഞ്ഞ പോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് കൂടുതൽ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പടില്ല സാർ, മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതൽ പോകുന്നു പറയില്ല. മുസ്ലിംസ് ഇപ്പം വാട്ട് ഹാപ്പൻ, മുസ്ലിംസ് കമ്മ്യൂണിറ്റിക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല. സാറേ നിങ്ങൾ അവരാണ് ഇപ്പം 48% ഔട്ട് ഓഫ് ദ 100 പീപ്പിൾ. ഞാൻ ചോദിക്കുന്നത് ബാക്കി കമ്മ്യൂണിറ്റി ഇപ്പൊ ഹിന്ദു ക്രിസ്ത്യൻ ഇതിൽ ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞു അതിന്റെയൊക്കെ ഒരു ഡേറ്റ ഉണ്ട്. നമ്മുടെ റിപ്പോർട്ടിൽ ഏകദേശം എങ്ങനെയാണ് അത്? അതിനകത്ത് കറക്റ്റ് നമ്പർ പറയാൻ പറ്റില്ല. നമ്മൾ സെക്കൻഡ് ഫസ്റ്റ് എന്നുള്ള ഉണ്ട്. നമ്മൾക്ക് അതായത് ആഫ്റ്റർ മുസ്ലിംസ് വിൽ ബി സിറിയൻ ക്രിസ്ത്യൻസ്. ടോട്ടൽ മൈഗ്രൻസ് ഗൾഫിലാണ്. അത് നമുക്ക് പറ്റണം. ഈ ഡേറ്റാ ബേസ് നമ്മുടെ ഉണ്ട് സാറേ. നായർ, ഇളവാസി, SC, ST. ഐ വാസ് ടോക്കിംഗ് SC, ST പോപ്പുലേഷൻ ഇൻ കേരള ഈസ് ക്ലോസ് ടു എത്രയാണ് SC പ്രൊപ്പോസൽ ഇൻ കേരളത്തിൽ? മോർ ദാൻ 10%. Migration is only 2%. Whereas Muslims, even you put 25% of the people are Muslims, their migration is 45%. സിറിയൻ ക്രിസ്ത്യൻ്റെ ആ പ്രൊപ്പോസൽ നമ്മൾ ക്രിസ്ത്യൻസ് ഹിന്ദുസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ടേബിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് സൊസൈറ്റിയിൽ എത്ര പ്രൊപ്പോസൽ ഇപ്പോൾ ഉണ്ട് അവർ 25 മേലെയാണ് മുസ്ലിംസ് ഉണ്ട് മൈഗ്രേഷൻ. ബട്ട് വെൻ യു വാണ്ട് ടു ലുക്ക് അറ്റ് ദ ഗൾഫ് മൈഗ്രേഷൻ സാറേ, അതൊക്കെ മുന്തിയ നിങ്ങൾ നോക്കണം. അതാ ഗൾഫ് മൈഗ്രേഷൻ സ്റ്റാർട്ടിങ് അല്ല കേരളത്തിൽ. Because Kerala migration story starts after Kerala became an independent state. 1950s സാറേ. അപ്പം കേരളത്തിൽ പോകുന്ന ആൾക്കാരെല്ലാം ഈ സിറിയൻ ക്രിസ്ത്യൻസ് നായർസ് മാത്രമാണ്. മുസ്ലിംസ് പോയിട്ടില്ല. ഇല്ല. കാര്യം അത് ഇൻറ്റേർണൽ മൈഗ്രേഷൻ. അന്ന് കേരളത്തിൽ എന്ത് 4 ട്രെയിനാണ്. തിരുവനന്തപുരം ചെന്നൈ, തിരുവനന്തപുരം ബാംഗ്ലൂർ, തിരുവനന്തപുരം മുംബൈ. അന്ന് പോകുന്ന മലയാളീസാണ്. ഇപ്പോൾ അവിടെ കീപ്പിംഗ് മലയാള ചങ്കം വെച്ചിട്ടിരിക്കുകയാണ്. അവിടെ തമിഴ് ചങ്കം, മലയാള ചങ്കുണ്ട്. ഇതെല്ലാം അന്ന് പോയി സെറ്റിലാണ് ആൾക്കാരുടെ. അപ്പോൾ ദേ ആർ മോർ എഡ്യൂക്കേറ്റഡ് ദാൻ മുസ്ലിംസ്. വിത്തിൻ ദ കൺട്രി once upon a time, 1960s, I was talking with one man. Sir, if you go to any company in Mumbai, the stenographer will be a Malayali and a Syrian Christian.
സ്റ്റെനോഗ്രാഫർ ആ പോസ്റ്റ് ഇപ്പം ഇല്ല. ഇപ്പോൾ സ്റ്റെനോഗ്രാഫിക്ക് നമുക്ക് മലയാളി സിറിയൻ ക്രിസ്ത്യൻ ഫ്രം സൗത്ത് കേരള. അതാണ് ഈ ട്രെയിൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ ഈ ട്രെയിനെല്ലാം ഫുള്ളായി എറണാകുളം കഴിഞ്ഞെങ്കിൽ ഈ ട്രെയിൻ ചുമ്മാ വേറെ ആരും കേൾക്കില്ല. കാലിക്കറ്റിൻ്റെ അവിടെ പാമ്പിൽ അവർക്കൊന്നും പണിയില്ലല്ലോ. അതെല്ലാം എഡ്യൂക്കേറ്റഡ് മൈഗ്രേഷൻ. അത് കളഞ്ഞിട്ടാണ് ഗൾഫ് വന്നത്. അപ്പോൾ ഫസ്റ്റ് ബെനിഫിഷ്യറി ഓഫ് മൈഗ്രേഷൻ പറഞ്ഞാൽ ഇൻറ്റേർണൽ മൈഗ്രേഷൻ. അതാണ് 50 to 70 മുസ്ലിംസിൻ്റെ അന്ന് അവർക്ക് 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ അവിടെ പോയി സ്റ്റെനോഗ്രാഫി ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ലിറ്ററസി റേറ്റ് വൈസ് பார்க்கும்போது സിറിയൻ ക്രിസ്ത്യൻസ് ബ്രാഹ്മിൻസ് അറിയാമല്ലോ. ദാറ്റ് ഈസ് വൈ വെൻ ദിസ് മലബാർ ആൻഡ് തിരുവാങ്കൂർ കൊച്ചിൻ ജോയിൻ ടുഗദർ ആവറേജ് വാസ് ബ്രോട്ട് ഡൗൺ ലോവർ കേരള ബിക്കോസ് ഓഫ് ദ മലബാർ. ഈ മലബാർ നിങ്ങൾ രണ്ടും കൂട്ടുമ്പോൾ ഇപ്പോൾ ഇവനക്ക് 5 ലക്ഷം രൂപ ശമ്പളം, ഇവൾക്ക് 2 ലക്ഷം. അപ്പോൾ രണ്ടും കൂട്ടുമ്പോൾ ആവറേജ് ഇൻകം 3.5 ഇവൾക്ക് ഇളങ്ങി 7 അപ്പോൾ നമ്മൾ എല്ലാ കേരളത്തിൻ്റെ എല്ലാം കുറഞ്ഞ് ആവറേജ് ആയല്ലോ. മലബാർ ഇസ് എ വെരി ഡിഫറെൻറ്റ് അനിമൽ ആൾ ടുഗദർ ആൻഡ് തിരുവാങ്കൂർ കൊച്ചിൻ അത് രണ്ടും ചേർന്ന്. ബട്ട് മലബാർ ഈസ് ബെനിഫിറ്റഡ് ബൈ ഗൾഫ് മൈഗ്രേഷൻ. അതെന്ന് മുതലായിരുന്നു അത് നമ്മൾ 70 തുടങ്ങിയല്ലോ. അപ്പോൾ ബിക്കോസ് മലയാളീസ് മുസ്ലിംസ് ആർ ഡോമിനേറ്റിംഗ് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ഫ്രം ഗൾഫ് ഓൺവേർഡ്സ്. അപ്പോൾ ക്രിസ്ത്യൻസും പോയി. ബട്ട് ക്രിസ്ത്യൻസ് ഹാഡ് ആൾറെഡി എക്സ്പീരിയൻസ് ഓഫ് മൈഗ്രേറ്റിംഗ്. അപ്പം അന്ന് മുംബൈയിൽ നിന്ന് പോയി. അന്ന് ഇവിടെ ഫ്ലൈറ്റ് ഇല്ല സാർ, എല്ലാം മുംബൈ പോയി പോകണം. അപ്പോൾ ഇവർ ആൾറെഡി മുംബൈയിൽ അവർക്ക് പഴക്കമുണ്ടല്ലോ ഈ ക്രിസ്ത്യൻസിക്ക്. സോ വാട്ട് ഹാപ്പൻ, മുസ്ലിംസ് ആർ മോർ ബട്ട് ദേ ആർ മോർ ആസ് എ അൺസ്കിൽഡ് വർക്കർ. ഈ ഓക്കുപ്പേഷൻ യു സി സിറിയൻ ക്രിസ്ത്യൻസ് നായർസ് അവരെല്ലാം ഈ നഴ്സസ് ഇപ്പം ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് പറയാമല്ലോ. ഓരോ ഗ്രൂപ്പ്സും ഓരോ കാലത്തിൽ ഓരോ ആൾക്കാർ നിൽക്കുമല്ലോ. ബട്ട് മുസ്ലിംസ് ആർ ബെനിഫിറ്റഡ് ബൈ ഗൾഫ് മൈഗ്രേഷൻ. ബട്ട് ക്രിസ്ത്യൻസ് ആർ ബെനിഫിറ്റഡ് ഈവൻ ബിഫോർ ദാറ്റ് ബൈ ഇന്റേണൽ മൈഗ്രേഷൻ. ദാറ്റ്സ് വൈ കേരള വാസ് കാൾഡ് മണി ഓർഡർ എക്കോണമി. മണി ഓർഡർ എക്കോണമി കഴിഞ്ഞിട്ടാണ് വന്നത് റെമിറ്റൻസ്. ആ മണി ഓർഡർ എക്കോണമി ഈസ് ബെനിഫിറ്റഡ് ബൈ ഓൺലി സൗത്ത് കേരള. അന്ന് മണി ഓർഡർ അല്ല, ഇപ്പോൾ മണി ഓർഡർ ഇല്ലല്ലോ സാറേ. അന്ന് ഇപ്പോൾ എക്സ്പ്രസ് മണി, വെസ്റ്റേൺ യൂണിയൻ അത് മാറിയല്ലോ. അന്ന് പോലെ ഈ ട്രെയിൻസാണ് ഇപ്പോൾ ഇന്നത് തിരുവനന്തപുരം, അബുദാബി, ദുബായ് ഇപ്പോൾ എല്ലാം മാറിയല്ലോ. അന്ന് പോലെ ട്രെയിൻസ് ഇപ്പം ഉണ്ട്. ബട്ട് നൗ യു ആർ ഗെറ്റിംഗ് ട്രെയിൻ ഫ്രം അസ്സാമിലെന്ന് ഇവിടെ പറയാണല്ലോ. ഈ ട്രെയിൻ റൂട്ടേ മാറിയല്ലോ. That's why if you look at the railway timetable of 1956 and railway timetable of 2023, you will see the different train coming to Kerala and going to Kerala. That will also indicate a migration. See, migration means you have to move. That move is the infrastructure, sir. ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്ര ബസ്സാണ് ബാംഗ്ലൂർ പോകുന്നത് എവറി ഡേ, ചെന്നൈ എത്ര പോകുന്നത്. ദാറ്റ് ഗിവ്സ് യു എൻ മൈഗ്രേഷൻ ട്രെൻഡ്സ്. നമ്മൾ ഏതായാലും നോക്കില്ല. ദാറ്റ്സ് ഐ ടോൾഡ് ദം വൺ ഡേ I got an invitation to Poland. So I asked them, is there any direct flight to Poland? Sir, one flight is there, Delhi to Poland. I said, I will take the flight. I want to see who are the people going. It's a Poland flight. I went there. I took the flight. I went there. Then I asked them, sir, a lot of Indians are now coming to Poland, sir. Then I went to Poland. I saw 25 students in Poland. ഒരു ഫ്ലൈറ്റ് ഡയറക്റ്റ് ഉണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ദാറ്റ് ദാറ്റ് ഈസ് അവർ ഈ ഫ്ലൈറ്റുകാർ ചുമ്മാ ഫ്ലൈറ്റ് വിടില്ല. ഇപ്പോൾ ഖത്തർ എയർവേസിൽ പറയുകയാണ്, അല്ലാട്ട് ഇപ്പോൾ എമിറേറ്റ്സിലെ ഒരു ഫ്ലൈറ്റ് എക്സ്ട്രാ ഫ്ലൈറ്റ് വിടുമെങ്കിൽ അവർ വിടില്ല. അവർക്ക് പേഷ്യൻസ് വേണോ, അല്ലെങ്കിൽ വിടില്ല. ചുമ്മാ അവർ പൈലറ്റ് വന്നിട്ട് ചുമ്മാ അവിടെ വന്നിട്ട് പോകാം അത് കാണോ, ഇല്ലല്ലോ. അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലോ ഒരു പ്ലെയിന്. That will be a migration routes. So we have to think of migration in a very, very, very different way. This infrastructure also one of the things. മലയാളിയുടെ മൈഗ്രേഷന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമ്മളിപ്പോ ഒരു 100 വർഷം മുന്നേ ഉള്ള ഒരു നോവലോ കഥയോ വായിക്കും, അതിൽ പോലും ഉണ്ട് ചന്ദ്രനിൽ ചെന്നാലും അവിടെ ഒരു മലയാളി കാണുന്നുള്ളൊരു. അപ്പൊ അതിനൊരു ചരിത്രമുണ്ട്. അതെന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മലയാളിക്ക് ഇത്രയും ഒരു മൈഗ്രേഷണൽ ബേർഡ് ആവാനുള്ള റീസൺ എന്തായിരിക്കും? മേ ബി ഐ തിങ്ക് if you do the migration trends, 1930s, Malayalis were never migrated. People were coming into Kerala. Innadi kaanadallo, what you are seeing in 2025, similar was in 1930s. Malayalis ividuthu povilla, അവർ they are happy with കുറച്ച് ഫിഷ് കറി, കോക്കനട്ട് വാട്ടർ, ഈ ഇതുകൊണ്ടുള്ള തോണ്ടിയെടുക്കുള്ള കിഴങ്ങ്, ഏതെന്നെ കിഴങ്ങ്, കപ്പ. അവർ ദേവർ ഹാപ്പി. കപ്പ, കടലക്കറി, ഇന്നലുള്ള കഞ്ചി, പയറ്, പച്ചപ്പയർ, ദേവർ ഹാപ്പി. അവർക്ക് ദേവർ വെരി കണ്ടന്റഡ്. വെൻ ദേ മൈൻഡ് ചേഞ്ച് വി ഡോണ്ട് നോ. അഫ്കോഴ്സ് വിവേകാനന്ദ സെറ്റ് ദിറ്റ്സ് എ മാഡ് ഹൗസ്. കേരള ഇസ് എ മാഡ് ഹൗസ്. We don't know, because they were very happy. Because 1911-21, the whole country, there were more deaths than births. കേരളത്തിൽ മാത്രമാണ് there are more birth than deaths.
എല്ലായിടത്തും ആൾക്കാർ മരിക്കുകയാണ്. ഫാമിൻ, ബംഗാൾ ഫാമിൻ, ഇൻഫ്ലുവൻസ, കാച്ചലോരം ആൾക്കാർ മരിച്ചു, പ്ലേക്ക്, ആൾക്കാർ എല്ലായിടത്തും. കേരളത്തിൽ മരണമേ ഇല്ല. ഇവിടെ ഭയങ്കര സുഖസ, ഡെയിലി 2 ട്രിപ്പ് കുളിക്കും, വെള്ളം എല്ലായിടത്തും ഉണ്ട്. എവിടെ ഡൽഹി 2 കുളി കുളിക്കുന്ന ആൾക്കാർ ഇവിടെ കേരളത്തിൽ മാത്രമേ ഉണ്ട്. കാലിൽ ഒരു കുളി, മറ്റിടത്ത് വെള്ളമേ ഇല്ലല്ലോ. നല്ല വെള്ളം, നല്ല ചാപ്പാട്, ഫ്രഷ് വാട്ടർ, ഒരു ഇൻഡസ്ട്രി ഇല്ല. ഇത് തുടങ്ങിയത് ആഫ്റ്റർ വെൻ കേരള ബിക്കം ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഈ പഠിച്ച ആൾക്കാർക്ക് അവർക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ഒരു ഇന്ത്യ ആകുന്നത് വലിയ ഇടമാണ്, അവിടെ പോകാൻ വേല കിട്ടുന്ന അറിഞ്ഞുകൂടാ അവർക്ക്. 56 അവരെല്ലാം പഠിച്ചിട്ട് ഇവിടെ നിൽക്കിയ ആൾക്കാർക്ക് ഇവിടെ വേല, അയ്യോ ബോംബെയിലുണ്ടടാ, അന്ന് തുടങ്ങിയതാണ്. അതൊക്കെ മുന്നേ 1-2 ആൾക്കാർ പോയിട്ടുണ്ട്. ദേ വർ ഹാപ്പി. ദാറ്റ്സ് വൈ ഐ പുട്ട് ദ കേരള സ്റ്റോറി ഇൻ എ ഡിഫറെൻറ്റ് വേ. Until Kerala was born, Kerala was a in-migrating state. That means people were coming in is more than going out. Then 1950 to 1980, people were going outside Kerala, but within India. അതാണ് ഞാൻ പറഞ്ഞ Trivandrum, Mumbai, Trivandrum train. After 80 to 2000, we were the time is a Gulf migration. 2010 to 2031, I am predicting another 10 years, will be a what is called the influx of internal migrants to Kerala. இப்போ கேரளத்திலேருந்து போகிற ஆள்காரை விட வார ஆள்காரானும் கூட. This was in Kerala in 1925. That means Kerala is seeing something after 100 years. Like Kerala flood was after 100 years we had a flood. இப்போ உள்ள Kerala migration is look like 100 years back we are going. Returning. That's why I call them, ഈ പിള്ളേർ വരുന്നല്ലോ, ഇപ്പോൾ നമുക്ക് പ്ലംബേഴ്സ് എല്ലാം ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ, അവരെല്ലാം ഐ കാൾ ദം റീപ്ലേസ്മെൻറ്റ് മൈഗ്രേഷൻ. കേരള പ്ലംബർ ഇസ് ഇൻ ദുബായ്, വി ആർ ഗെറ്റിംഗ് പ്ലംബർ ഫ്രം ഒറീസ. ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഫുഡ് എങ്ങനെ മാറിയല്ലോ. നിങ്ങൾ സൗർമാല എവിടെ നിന്ന് വന്നതാണോ? വി ആർ ഗോയിങ് ടു സ്റ്റഡി ഓൺ ദ ഗൾഫ് ഫുഡ് നൗ. ഹെൽപ്പ് പീപ്പിൾ ആർ ഹെൽപ്പ് ഫുഡ് ഹസ് കം ഹിയർ. ഐ ആസ്ക്ഡ് one person, ഈ ഷാർജ, ഞാൻ ഇതെന്നത് ഷാർജാണ് കുടിക്കുക, ഷാർജ. സാറേ ഷാർജ പോകാൻ പറ്റില്ല, ഷാർജ കുടിച്ചിട്ട് നമുക്ക് ഒരു സന്തോഷം, നമുക്ക് ഷാർജ കൊണ്ടാണ് പോകാൻ പറ്റില്ല. ഷാർജ, അബുദാബി, ഇത് എവിടെ വന്നത് നിങ്ങൾക്ക്? ഈ പേര് എവിടെ നിന്നത്? ഷാർജ, ഇതെല്ലാം എവിടെ നിന്ന്? നമ്മൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഓൺ ഫുഡ് ഹാബിറ്റ്സ് ബ്രോട്ട് ബൈ ദ മൈഗ്രൻസ്. ഞങ്ങൾ സ്റ്റഡി നടത്താൻ പോകുന്നത് ഫുഡ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്. ഈ ചപ്പാത്തി പൊട്ടാണ് നിങ്ങളെല്ലാവരും അന്ന് തന്നെ അറിയാമോ? എല്ലാ വീട്ടിൽ പോകണം, ഇന്നലെ ഉള്ള പഴയ കഞ്ചി ഉണ്ട്, ഇന്ന് ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഇല്ല. ഇന്ന് എല്ലാം കാലയിൽ. അത് ആരോ പറഞ്ഞേ, ഒരു അച്ഛൻ ഒരു വീട്ടിൽ പോയി, അത് ക്രിസ്ത്യൻസാണ്, ഒരു അച്ഛൻ കാലയിൽ ഒരു അച്ഛൻ വീട്ടിൽ പോയിട്ട് അപ്പോൾ അവർ വീട്ടിൽ പറഞ്ഞ്, അച്ഛാ കാലയിൽ വന്നില്ല അച്ഛാ, പാൽ വന്നിട്ടില്ല, ബട്ട് മറ്റേ സാധനം എല്ലാം ഉണ്ട് ഫ്രിഡ്ജിൽ. ഇത് മറ്റേ സാധനം അറിയാമല്ലോ, എല്ലാ ഡ്രിങ്ക്സും വീട്ടിലുണ്ട്, പാൽ മാത്രമല്ല അച്ഛാ. അച്ഛൻ പറഞ്ഞ് കാലയിലേ തുടങ്ങാൻ പറ്റുമോ 7 മണിക്ക്? മറ്റേ വിസ്കി, വൈൻ എല്ലാം ഉണ്ട്, പാലില്ല. സൊസൈറ്റി ഹാസ് ചേഞ്ച്ഡ്.